ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്സിൽ വരുന്ന ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഷേപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ, അതായത് ഒരു സർക്കിളാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിളോ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നിലവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഷേപ്പ് ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആരോ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫോമുകളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ താഴെയുണ്ട്. എന്നാൽ അതല്ലാതെ ട്രാൻസ്ഫോം അല്ലാതെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട്. ആ കണ്ടൻസിന് താഴെ എലിപ്സ് 1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിളും ഒരു എലിപ്സിൽ പെടുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് എലിപ്സ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് സർക്കിൾ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എലിപ്സ് 1 എന്ന് ഇതിന് പേര് കൊടുത്തിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് എന്താണെന്നുള്ളതും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളതും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ എലിപ്സ് 1 അല്ലേ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് ലെയർ സെലക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു സർക്കിൾ കൂടി വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കണ്ടൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ് കേട്ടോ. ഒന്നുകൂടി വരയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, അത് പുതിയൊരു സർക്കിളായിട്ടല്ല മാറുന്നത്. ഇതേ ഷേപ്പ് ലെയറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു സർക്കിളും വന്നിട്ടുള്ളത്. അതായത് പുതിയ ഷേപ്പ് ലെയർ അല്ല ക്രിയേറ്റ് ആയിട്ടുള്ളത്, പകരം നമ്മൾ ഓൾറെഡി ഈ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തതുകൊണ്ട് ആ ഷേപ്പ് ലെയറിലുള്ള കണ്ടൻറ്റിൻ്റെ ഉള്ളിലാണ് എലിപ്സ് 2 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സർക്കിൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ഷേപ്പ് ലെയറിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഷേപ്പ് ലെയറിനെ ടോട്ടലി, അതായത് ഈ ഷേപ്പ് ലെയർ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് സർക്കിളും കൂടി ചേർന്നതാണിപ്പോൾ. അപ്പോൾ ഈ ഷേപ്പ് ലെയറിനെ ടോട്ടലി നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതായത് ഓരോ ഷേപ്പിനല്ല, ഈ മൊത്തം ഷേപ്പിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോം നമ്മൾ പറയണ്ടല്ലോ, ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലുതാക്കി കഴിഞ്ഞാൽ രണ്ടും ഒപ്പരായിരിക്കും വലുതാവുന്നുണ്ടാവുക. കാരണം രണ്ടും ഈ ഒരു ഷേപ്പ് ലെയറിൽ വരുന്ന കണ്ടൻറ്റാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പ് ലെയറിൽ വരുന്ന കണ്ടൻറ്റാണ് രണ്ടും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇപ്പോൾ റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആയിരിക്കും റൊട്ടേറ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ലെയറിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടും വരാൻ കാരണം. ഇതിനൊക്കെ കാരണം എന്താണ്, നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ അറ്റ് എ ടൈം, അതായത് ഒരേ രൂപത്തിൽ അറ്റ് എ ടൈമിൽ, അതായത് ഒരേ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു ഷേപ്പ് മാത്രം എഡിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലോ കണ്ടൻസിൽ പോവുക. കണ്ടൻസിൽ പോയി കഴിഞ്ഞാൽ ഏത് എലിപ്സാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത്, അതായത് ഏത് എലിപ്സാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ആ എലിപ്സിൻ്റെ സൈഡിൽ വീണ്ടും ഒരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ താഴെ, അതായത് ആ എലിപ്സ് 2 എന്നതിൻ്റെ താഴെ വീണ്ടും ഒരു ആരോ വന്നിട്ടുണ്ട്, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ട്രാൻസ്ഫോമിലുള്ള സെയിം ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ എന്താണ്, അത് എലിപ്സ് 2ൻ്റെത് മാത്രമാണ്. അപ്പോൾ എലിപ്സ് 2 മാത്രം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്കെയിൽ കൂട്ടി കാണിച്ചു തരാം. അപ്പോൾ എലിപ്സ് 2 മാത്രം കൂടുന്നത് നിങ്ങൾ കണ്ടോ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ഈ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പറയുമ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്നറിയാം. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ റൊട്ടേഷൻ വരുന്നുണ്ട്. റൊട്ടേഷനും എന്ത് ചെയ്യുക, ആ ഒരൊറ്റ എലിപ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലായി പോകുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഷേപ്പ് ലെയറിൻ്റെ ടോട്ടൽ ട്രാൻസ്ഫോം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ താഴെയായിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോം എന്നുള്ളത്. ഇത് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാലും ടോട്ടലാണ്, മൊത്തത്തിലാണ് ഈ പൊസിഷൻ ചേഞ്ച് ആവുന്നത്. അതുപോലെ നമ്മൾ ആങ്കർ പോയിൻറ്റ് ചേഞ്ച് ചെയ്താലും എന്താ വരുന്നത്, ടോട്ടലാണ് ചേഞ്ചായി മാറുന്നത്. ഓക്കെ, ടോട്ടൽ ആങ്കർ പോയിൻ്റാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഷേപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഷേപ്പിൻ്റെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതേ സമയത്ത് നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യാതെ, അതായത് ഈ ഷേപ്പ് ലെയർ നമ്മൾ സെലക്ട് ചെയ്യാതെ പുതിയൊരു ഷേപ്പ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്യാതെ പുതിയൊരു ഷേപ്പ് ജസ്റ്റ് ഞാൻ പുതിയതൊന്ന് വരച്ചെന്ന് വിചാരിക്കാം. അത് വേറെ തന്നെ ഷേപ്പ് ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് വേറെ തന്നെ ഷേപ്പ് ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ഒരു ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയതൊന്ന് വരച്ചാലോ, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് ആ ടോട്ടൽ ഷേപ്പ് ലെയറിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നുണ്ടാവുക. അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് വീട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.